നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും ചോരുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കടുത്ത അതൃപ്തിയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ രേഖകൾ ചോരില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിഗമനം. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതെന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ അനധികൃത ധാതുമണൽ ഖനനം നടത്തിയത് CMRLനെ സഹായിക്കാൻ ആയിരുന്നുവെന്നാണ് മാത്യു കുഴൽനാടൻ MLA ഇപ്പോൾ രേഖകൾ സഹിതം ആരോപിക്കുന്നത്. മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണ ചർച്ചകൾക്കിടെ ഇത്തരം രേഖകൾ പുറത്തുവരുന്നത് സർക്കാരിനെ ഞെട്ടിക്കുകയാണ്. 2017 75 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന CMRL എന്ന കമ്പനി 4 വർഷത്തിനിടെ 56 കോടി രൂപയുടെ ലാഭത്തിലെത്തിയത് കരിമണലിൽ നിന്നുമുള്ള അസംസ്കൃത വസ്തുവായ ഇൽമിനേറ്റ് വളരെ കുറഞ്ഞ വിലയിൽ സർക്കാർ ലഭ്യമാക്കിയത് മൂലമാണ്. ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടായതോ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും. CMRL പണം നൽകിയവരുടെ പട്ടികയിലുള്ള PV എന്നത് പിണറായി വിജയനാണ്. നിസാര വിലയ്ക്ക് ഇൽമിനേറ്റ് ലഭ്യമാക്കുന്നതിനുള്ള പ്രതിഫലമായിട്ടാണ് വിജയന് CMRL പണം നൽകിയത്. ഇതൊക്കെയായിരുന്നു മാത്യു കുഴൽനാടൻ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്ന രേഖകൾ ഉൾപ്പെടെ ആരോപിച്ചത്. പക്ഷേ പ്രധാന ചോദ്യം ഇതൊന്നുമല്ല, ആരോപണത്തിന് കരുത്തു പകരുന്ന ഫയൽ എങ്ങനെ കുഴൽനാടന്റെ കയ്യിൽ കിട്ടി എന്നതാണ്. ഇത് കണ്ടെത്താൻ അനൗദ്യോഗികമായിട്ടുള്ള അന്വേഷണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. വൻ നഷ്ടം ഒഴിവാക്കുവാൻ ഇൽമിനേറ്റ് കേരളത്തിൽ തന്നെ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട CMRLന്റെ സംയുക്ത തൊഴിലാളി യൂണിയൻ 2017 ഫെബ്രുവരി 6 മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഉചിത നടപടിക്കായി മാർച്ച് 8 മുഖ്യമന്ത്രി ഫയൽ കുറിച്ചു. എന്നാൽ CMRLന്റെ ഉപകമ്പനിയായ KREMLന്റെ പേരിലായിരുന്നു മൈനിങ് ലീസ് നൽകുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടായത്. ഇതിനെ തുടർന്ന് ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം വിളിച്ചുവെന്നാണ് കുഴൽനാടന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ ഫയൽ കുറിപ്പ് അടക്കം കുഴൽനാടന്റെ കയ്യിലുണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം തോറും CMRL പണം നൽകിയത് ഈ ഇടപാടിന് വേണ്ടിയാണെന്നും വരുത്തുവാനാണ് കുഴൽനാടന്റെ നീക്കം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ അഴിമതി കുരുക്കിലേക്ക് തള്ളിവിടുന്നതാകും രേഖകൾ. പണം വാങ്ങിയതിന് തെളിവുണ്ട്. എക്സാലോജിക് സേവനം നൽകിയില്ലെന്ന കണ്ടെത്തലും കേന്ദ്ര ഏജൻസികളുടെ കയ്യിലുണ്ട്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും ചോരുന്നതും. ഇതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കുന്നതും. കുഴൽനാടന്റെ ആരോപണങ്ങളിൽ മൗനം തുടർന്നാലും രേഖകൾ കോടതിയിൽ എത്തിയാൽ എന്ത് സംഭവിക്കും എന്നത് നിർണായകം തന്നെ. തോട്ടപ്പള്ളി സ്പിൽവേയിലെ കാറ്റാടി മരങ്ങൾ മുറിച്ചു മാറ്റി അവിടുത്തെ ധാതുമണൽ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതിൽ പോലും കുഴൽനാടൻ ദുരൂഹത ആരോപിക്കുന്നു. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതെന്ന പേരിലായിരുന്നു നടപടി. ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടായതോ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും. CMRL പണം നൽകിയവരുടെ പട്ടികയിലുള്ള PV എന്നത് പിണറായി വിജയനാണ്. നിസാര വിലയ്ക്ക് ഇൽമിനേറ്റ് ലഭ്യമാക്കുന്നതിനുള്ള പ്രതിഫലമായിട്ടാണ് വിജയന് CMRL പണം നൽകിയത്. ഇതൊക്കെയായിരുന്നു മാത്യു കുഴൽനാടൻ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്ന രേഖകൾ ഉൾപ്പെടെ ആരോപിച്ചത്. പക്ഷേ പ്രധാന ചോദ്യം ഇതൊന്നുമല്ല, ആരോപണത്തിന് കരുത്തു പകരുന്ന ഫയൽ എങ്ങനെ കുഴൽനാടന്റെ കയ്യിൽ കിട്ടി എന്നതാണ്. ഇത് കണ്ടെത്താൻ അനൗദ്യോഗികമായിട്ടുള്ള അന്വേഷണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. വൻ നഷ്ടം ഒഴിവാക്കുവാൻ ഇൽമിനേറ്റ് കേരളത്തിൽ തന്നെ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട CMRLന്റെ സംയുക്ത തൊഴിലാളി യൂണിയൻ 2017 ഫെബ്രുവരി 6 മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഉചിത നടപടിക്കായി മാർച്ച് 8 മുഖ്യമന്ത്രി ഫയൽ കുറിച്ചു. KMML വഴി IREയിലേക്ക് കരിമണലും ഇൽമിനേറ്റും CMRLലേക്കും എത്തി. മഴക്കാലം വന്നു, മണൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതിനു മുൻപേ മണൽ നീക്കണം എന്നായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത്. വെള്ളപ്പൊക്കം ഒഴിവാക്കി കുട്ടനാടിനെ സംരക്ഷിക്കുകയല്ല, മണലെടുക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാണ്. വൻ വിലയുള്ള കരിമണൽ ക്യൂബിക് മീറ്ററിന് വെറും 464 രൂപയ്ക്കാണ് നൽകുവാൻ തീരുമാനിച്ചത്. ധാതു ഘടകങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൃത്യമായ വില നിർണ്ണയിക്കാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനോടും NCCEനോടും ആവശ്യപ്പെട്ടെങ്കിലും മറുപടി ലഭിക്കാത്തതിനാലാണ് ഈ തുകയ്ക്ക് നൽകിയതെന്നാണ് സർക്കാർ നിലപാട്. അതോടെ CMRL നിന്നും കുറഞ്ഞ വിലയിൽ ഇൽമിനേറ്റ് ലഭിച്ചു. 2018 ശേഷം CMRLന്റെ ലാഭം 70% വരെ ഉയർന്നു. ഒരു ലോഡ് വെറും മണ്ണിന് 4000-5000 രൂപ വിലയുള്ളപ്പോഴാണ് വലിയ മൂല്യമുള്ള കരിമണൽ നിസ്സാര തുകയ്ക്ക് നൽകിയത്. 50 ലക്ഷം ടൺ മണൽ ഖനനം ചെയ്തുവെന്നാണ് വിലയിരുത്തലെന്നും കുഴൽനാടൻ പറയുന്നു. ഇൽമിനേറ്റ് ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടി 2017 മുഖ്യമന്ത്രിക്ക് CMRL നിവേദനം സമർപ്പിച്ചതായും കുഴൽനാടൻ ആരോപിക്കുന്നു.
ഇലിമിനേറ്റ് സംസ്ഥാനത്ത് തന്നെ ലഭിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച മെമ്മോറാണ്ടം നൽകുകയായിരുന്നു. ഈ മെമ്മോറാണ്ടം സ്വീകരിച്ച ആവശ്യമായ നടപടികൾക്കായി മുഖ്യമന്ത്രി തന്നെ ഫയലിൽ ഒപ്പുവെച്ച മുന്നോട്ടുള്ള നടപടികൾ ആരംഭിച്ചു. 2017 75 കോടിയുടെ നഷ്ടക്കണക്ക് നടത്തിയ CMRL മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ 4 വർഷത്തിനിടെ 56 കോടിയുടെ ലാഭത്തിൽ എത്തിയെന്നതും ശ്രദ്ധേയം തന്നെ. 2018 ഒക്ടോബർ 27 ജില്ലാ ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവിലാണ് തോട്ടപ്പള്ളി പൊഴിമുഖത്ത് ഖനനം നടത്തുവാൻ ഉത്തരവാകുന്നത്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനുള്ള നടപടി എന്ന നിലയിലായിരുന്നു ഇത് അവതരിപ്പിക്കപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനം എന്നായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നും കുഴൽനാടൻ പറയുന്നു. ഇതിൽ നിന്നും മുഖ്യമന്ത്രി CMRL നൽകിയ സേവനങ്ങൾ എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാകുന്നുവെന്നും കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. ദിനം തോറും ഓരോരോ തെളിവുകളും വിവരങ്ങളും പുറത്തു വരുമ്പോൾ നെഞ്ചിൽ തീയും കനലുമായി കഴിയുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. രണ്ടാം ഭരണം വളരെ മോശമാണെന്ന് ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ഈ തെളിവ് കാരണം പുറത്തു വരുന്നത്.